السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള ഉസ്താദന്മാരെ, പണ്ഡിതന്മാരെ, ജംഇന്റെ 95ാമത്തെ ക്ലാസ്സാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അൽ കിതാബ് സാബിയോ, 7ാമത്തെ കിതാബ്. ഫിൽ ഇജ്തിഹാദി, ഗവേഷണത്തിൽ പറയുന്നതാണ്. അൽ ഇജ്തിഹാദോ, ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ ഇസ്തിഫ്റാഉൽ ഫഖീഹി, ഒരു അറിവുള്ള ഒരാള് ഒഴിവാക്കുക, അൽ ഉസ്വ, തന്റെ കഴിവ് അതിനായിട്ട് വിനിയോഗിക്കുക. എന്തിന്? തഹ്സീൽ ലന്നി ബി ഹുക്മി, ഒരു ഹുക്കുമ് കൊണ്ട് ലന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു ഹുക്കുമ് കൊണ്ട് ലന്ന് കിട്ടുക എന്ന കാര്യത്തിന് വേണ്ടി ലക്ഷ്യങ്ങളിൽ കൂടെ പരതി തന്റെ കഴിവൊക്കെ ഉപയോഗിച്ചു. അങ്ങനെ വേണ്ടുവോളം തന്റെ കഴിവ് ഉപയോഗിക്കുന്ന ഒരു പണ്ഡിതനാണ്. ആ പണ്ഡിതൻ അങ്ങനെ ഉപയോഗിക്കുന്ന കഴിവിനെ കുറിച്ച് പറയുന്നതാണ് ഇജ്തിഹാദ്. വൽ മുറാദു ഇന്ദൽ ഇത്ലാഖി, വെറും ഇജ്തിഹാദ് എന്ന് കഴുതു കൊടുക്കാതെ പറയുന്ന സമയത്ത് ഉദ്ദേശിക്കപ്പെടുന്നത് ഓവാൽ ഇജ്തിഹാദു ഫിൽ ഫുറുഇ, ശാഖകളിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന മുജ്തഹിദ് എന്നാണ്. എന്ന് പറഞ്ഞ ലക്ഷ്യങ്ങളിൽ നിന്ന് പരതിയിട്ട് എന്ത് ചെയ്യുക? വിധികൾ കണ്ടെത്തുക. അല്ലാതെ മദ്ഹബിലെ മുജ്തഹിദ് അല്ല. മദ്ഹബിലെ മുജ്തഹിദ് എന്താണ് എന്നും മറ്റുള്ള മുജ്തഹിദ് എന്തൊക്കെയാണെന്ന് പിന്നെ വരുന്നുണ്ട്. ഇത് മുത്ലഖ് മുജ്തഹിദാ. ഇവിടെ മുത്ലഖ് മുജ്തഹിദിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ ചർച്ച. വുസ്ഇ എന്തിലുപയോഗിക്കുക? ഇസ്തിഫ്റാഉൽ ഫഖീഹ് വുസ്അ എന്ന് പറഞ്ഞാൽ ബിഅൻ യബ്ദുല തമാമ ത്വഖതിഹി, ഗവേഷണം നടത്തുന്ന ഒരു അറിവുള്ള പണ്ഡിതൻ തന്റെ കഴിവ് പരിപൂർണമായി വിനിയോഗിക്കുക. പിന്നെ അതിൽ അതില്ലെത്തി, ലക്ഷ്യങ്ങളിൽ ആലോചിക്കുന്ന കാര്യത്തിൽ. എന്തിന്? ഈ തെഹസീൽ ലന്നി ഹുക്കുമ് കൊണ്ടുള്ള ലന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. എന്ത് ഹൈസ്യത്തിൽ കൂടെയാണ് മൂപ്പരിൽ ചെയ്യുന്നത് ചോദിച്ചാല് ഈ കഴിവ് ഉപയോഗിക്കേണ്ടത്? മിൻ ഹൈസ് ഇന്നോ ഫഖീഹുൻ, മൂപ്പര് ഒരു അറിവുള്ള ആളാണ് എന്ന ഹൈസ്യത്തിൽ കൂടെ. അങ്ങനെയാണ്. ഫലാ ഹാജത്ത, ഇത് വെക്കുമ്പോ ഇവിടെ ആവശ്യമില്ല. ഇലാ ഖൗലി ബിൽ ഹാജിബ് ശർഈൻ, അത് ശർഈയാണെന്ന ഹൈസ്യത്ത് കൊടുക്കണ്ട. ഫഖീഹ് എന്ന് പറയുമ്പോ തന്നെ അപ്പൊ ഇബ്നു ഹാജിബ് തങ്ങൾ കൊടുത്ത ശർഈയാ വേണ്ട അവിടെ. ഫഖറജ ഇസ്തിഫ്റാഉ ഗൈറിൽ ഫഖീഹി വസ്തിഫ്റാഉൽ ഫഖീഹി ലിതഹ്സീലി ഖത്ഇ ബി ഹുക്മിൻ അഖ്ലിയ്യൻ, ഈ പറഞ്ഞതായ കാര്യങ്ങളൊക്കെ പുറത്തു പോയി. എന്തുകൊണ്ട്? അൽ ഇജ്തിഹാദു ഇസ്തിഫ്റാഉൽ ഫഖീഹിൽ വുസ്അ ലിതഹ്സീലി ലന്നി ബി ഹുക്മി എന്ന് പറയുമ്പോ ഇവിടെ ഇസ്തിഫ്റാഉൽ ഫഖീഹ് എന്ന് പറഞ്ഞ ആ തഅരീഫ് കൊണ്ട് എന്ത് പുറത്തുപോയി? ഇസ്തിഫ്റാഉ ഗൈറിൽ ഫഖീഹ്, ഫഖീഹ് അല്ലാത്ത, വിവരം കർമ്മശാസ്ത്രപരമായി അറിയാത്ത മറ്റു പല പണ്ഡിതന്മാരുണ്ട്. അത്തരം പണ്ഡിതന്മാർ ഇസ്തിഫ്റാദിൽ പെടൂല. ഫഖീഹ് അല്ലാത്ത ഇസ്തിഫ്റാ ഇജ്തിഹാദിൽ പെടൂല. അയാൾ ഇജ്തിഹാദ് എന്താ? നഹ്വി, അറൂദി പോലത്തെ ആൾക്കാരൊക്കെ, ഓലൊന്നും ഈ ഇജ്തിഹാദിൽ പെടൂല. അതുപോലെ തന്നെ വസ്തിഫ്റാഉൽ ഫഖീഹി ലിതഹ്സീലി ഖത്ഇ ബി ഹുക്മിൻ അഖ്ലിയ്യൻ, അഖ്ലിയായ ഒരു വിധി കൊണ്ട് ഉറപ്പിച്ച ഒരു കാര്യം കിട്ടുവാൻ വേണ്ടിയിട്ട് ഫഖീഹ് ഒരാൾ ഇസ്തിഫ്റാ തന്റെ കൈ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുന്ന ആ ഫഖീഹും ഈ തഅരീഫിൽ പെടുകയില്ല ഇജ്തിഹാദിന്റെ. വല്ലന്നുൽ മുഹസ്സലു, ഇവിടെ കരഗതമായി കിട്ടിയ ആ ലന്നുണ്ടല്ലോ, ഉവൽ ഫിഖ്ഹു, അതാണ് ഫിഖ്. ഏത് ഫിഖ്? അൽ മുഅറഫു ഫി അവൈൽ കിതാബി, നമ്മുടെ കിതാബിന്റെ തുടക്കത്തിൽ നിർവചിക്കപ്പെട്ടത്. എന്തുകൊണ്ട്? ബിൽ ഇൽമി ബിൽ അഹ്കാമി ഇലഹ്, ഫിഖ് എന്ന് പറഞ്ഞാൽ ബിൽ ഇൽമി ബിൽ അഹ്കാമി എന്ന് പറഞ്ഞിട്ട് കിതാബിന്റെ തലക്ക് തുടങ്ങിയിട്ടുണ്ട്. ആ കിതാബിന്റെ തലഭാഗങ്ങളിൽ നിർവചിക്കപ്പെട്ടതായിരിക്കുന്ന ഫിഖാണ്. ഇങ്ങനെയൊക്കെ ഗവേഷണം ചെയ്തിട്ട് കിട്ടിയ ആ ലന്നുണ്ടല്ലോ, അതാണ് ഫിഖ്. ഫലോ അബ്ബറ ഹുനാ ബിൻ ലന്നി ബിൽ അഹ്കാം, ഇവിടെ ലന്നി ബിൽ അഹ്കാം എന്നതുകൊണ്ട് മുസന്നിഫ് ഇബാറത്തിടുകയാണ് എങ്കിൽ വളരെ നല്ലതായിരുന്നു. കാന ഹസന, അത് ഏറ്റവും നല്ലതായിരുന്നു. والفقيه في التعريف
ഫഖീഹ് ഫി തഅരീഫി ഫഖീഹ് എന്ന് പറഞ്ഞ നിർവചനത്തിൽ അത് ബിമഅന മുതഹയ്യിൽ ഫിഖ്ഹി ഫിഖ്ഹിന് വേണ്ടി അഥവാ കർമ്മശാസ്ത്രത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി നിൽക്കുക എന്നൊരർത്ഥമാണ് തഅരീഫ് ഫഖീഹ് എന്ന് കൊടുത്തത്. അങ്ങനെ കൊടുത്തത് മജാദൻ സായിയൻ വ്യാപകമായി ഉപയോഗിച്ചു മജാദായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒന്നാണ്. അങ്ങനെ കൊടുത്തതാണ്. ഫിഖ്ഹിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി നിൽക്കുന്ന ഒരാൾക്ക് ഫഖീഹ് എന്നും പറഞ്ഞു വരിക എന്നുള്ളത് മജാദായി ഉപയോഗിക്കുന്നതാണ്, വ്യാപകവുമാണ്. ആ നിലക്ക് ഉപയോഗിച്ചതാ. വയകൂനു ബിമാ യുഹസ്സിലുഹു അദ്ദേഹം എന്തൊന്നുകൊണ്ടാണോ ആ ഫിഖ്ഹിനെ കരഗതമാക്കിയതെങ്കിൽ ആ കരസ്ഥമാക്കിയത് കൊണ്ട് ഈ കരസ്ഥമാക്കിയ ആളെന്തായി ഫഖീഹൻ ഹഖീഖത്തൻ യഥാർത്ഥത്തിൽ അയാളൊരു ഫഖീഹായി മാറുന്നു. അങ്ങനെ ആയതുകൊണ്ടാണ് അയാൾ യഥാർത്ഥത്തിൽ ഒരു ഫഖീഹായി മാറുകയാണല്ലോ. ആ വറത്തത് കാരണം കൊണ്ടാണ് മുസന്നിഫ് പറഞ്ഞു വൽ മുജ്തഹിദുൽ ഫഖീഹു ഫഖീഹായ മുജ്തഹിദ് എന്ന്. ഏതുപോലെ കമാ ഖാല പറയും പോലെ ഫീമാ തഖദ്ദമ മുമ്പ് പറഞ്ഞതിൽ നഖലുഹു അൻഹു മുസന്നിഫിനെ തൊട്ടുള്ളൊരു ഉദ്ധരണി മുമ്പ് കഴിഞ്ഞു പോയത് പറയും പോലെ അവിടെ മുസന്നിഫ് പറഞ്ഞത് അങ്ങനെയാണല്ലോ. ഫി അവൽ കിതാബിന്റെ തുടക്കത്തിൽ തന്നെ മുസന്നിഫ് ഖബറുകളെ തൊട്ട് നക്കൽ ചെയ്ത് മുമ്പ് പോയിട്ടുണ്ട്. ആ നക്കൽ മുസന്നിഫ് പറഞ്ഞെന്താ വൽ ഫഖീഹുൽ മുജ്തഹിദു എന്ന്. വൽ മുജ്തഹിദുൽ ഫഖീഹ് അവിടെ കൊടുത്തതോ വൽ ഫഖീഹുൽ മുജ്തഹിദ് എന്നാണ്. ഇവിടെ ഇപ്പൊ എന്താണ് ഫിഖ് കണ്ടെത്തുന്നതായ ഗവേഷകനായ ആളെന്ന് ഇവിടെ. അവിടെ പറഞ്ഞതെന്താണ് ഗവേഷകനായ ഫിഖ് കണ്ടെത്തുന്ന ആള് എന്നും. തിരിച്ചും വർഷം അവിടെ ഇവിടെയും കൊടുത്തു. അതിനെന്താ കുഴപ്പമുണ്ടോ? ഇല്ല. അന്ന കൊല്ലം മിൻകുമ വൽ ഫഖീഹുൽ മുജ്തഹിദ് എന്നും വൽ മുജ്തഹിദുൽ ഫഖീഹ് എന്നുള്ളതും യസ്ദഖു അലാമാ യസ്ദഖു അലൈഹിൽ ആഖർ മറ്റൊന്ന് സാദിഖാവുന്നതിന് മേൽ ഇതും സാദിഖാവും. അപ്പൊ ഫഖീഹ് എന്ന് പറയാൻ പറ്റിയാൽ മുജ്തഹിദായി, മുജ്തഹിദ് എന്ന് പറയാൻ പറ്റുമോ ഫഖീഹ് എന്നും പറയാൻ പറ്റും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയത്. ഇനി സുറൂത്തുൻ ഒരുപാട് നിബന്ധനകളുണ്ട് ഒരു മുജ്തഹിദ് ആരാണെന്ന് അറിയണമെങ്കിൽ. ആരായിരിക്കും മുജ്തഹിദ് അല്ലെങ്കിൽ ഫഖീഹ് അത് നമ്മൾ മനസ്സിലാക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ഗവേഷണം ചെയ്യുന്ന ആൾക്കാരുണ്ട്, വലിയ വിവരസ്ഥന്മാരെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എങ്കിൽ ഉസൂലുടെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആരാണ് ഫഖീഹ് ആരാണ് മുജ്തഹിദ്, എന്താണ് അയാൾക്ക് വേണ്ട നിബന്ധനകൾ. ദക്കറഹ മുസന്നിഫ് ആ നിബന്ധനകൾ ഇതാ പറയുന്നു. ബിഖൗലിഹി മുസന്നിഫിന്റെ വാക്കുകൊണ്ട് ആരംഭിക്കുകയാണ്. ഓഹുവ അയാൾ എന്ന് പറഞ്ഞാൽ അൽ മുജ്തഹിദ് അല്ലെങ്കിൽ ഫഖീഹ് എന്നും പറയാം. ഫഖീഹ് എന്ന് പറഞ്ഞാൽ മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ ഫഖീഹ്. അതുകൊണ്ട് രണ്ടിലൊന്ന് വെക്കാം. ഉവയുടെ മറുജിലേക്ക് മുജ്തഹിദോ ഫഖീഹോയിലേക്ക് മടക്കാം. രണ്ടും സാദിഖാണ്. മിൻ ഹൈസുമാ യതഹഖഖു ബിഹി അതുകൊണ്ട് തഹഖുഖാവും എന്ന ഹൈസിയത്തിൽ കൂടെ തന്നെ. എന്ത് തഹഖീഖാകും? അത്തരം കാര്യങ്ങളെ കൊണ്ട് അയാൾ ഫഖീഹോ മുജ്തഹിദാകും. അങ്ങനെ തഹഖീഖാകാൻ പറ്റും. ആ തഹഖീഖാവുക എന്ന ഹൈസിയത്തിൽ കൂടെ തന്നെ അയാൾ ഫഖീഹ് അല്ലെ മുജ്തഹിദ്. ഇത്തരം ആളുകൾക്കുള്ള നിബന്ധന എന്താ അറിയോ? അൽ ബാലിഗു പ്രായപൂർത്തി എത്തണം. ചെറിയ കുട്ടികളൊന്നും ഗവേഷണം ചെയ്തിട്ട് കാര്യമല്ല. ലി അന്ന വൈറഹു കാരണം പ്രായപൂർത്തി എത്താത്ത ആള് ലം യക്കുമുൽ അഖലുഹു അയാളെ ബുദ്ധി പരിപൂർണ്ണ പരിപൂർണ്ണാണ്. അത്തായുത്തബറ കൗലുഹു ആ വർണ്ണവാക്ക് പരിഗണിക്കപ്പെടണമെങ്കിൽ ബുദ്ധി താമാവണ്ടേ? ബുദ്ധി താമാവണമെങ്കിൽ പ്രായപൂർത്തി എത്തണ്ടേ? അതുകൊണ്ട് അപ്പൊ പ്രായപൂർത്തി എത്താത്ത ഒരാൾ കാര്യം കണ്ടെത്തിയവരോട് നിശ്ചയിക്കാൻ പറ്റില്ല. അപ്പൊ മുജ്തഹിദാകാൻ പറ്റൂല. രണ്ടാമത്തെ സർത്ത് അലാഖില് ബുദ്ധി വേണമെന്നുള്ളതാ. അന്ന ഗൈറു ബുദ്ധിയില്ലാത്ത ഒരാളാകുമ്പോ ലാ തമീസ ലഹു അയാൾക്ക് വകതിരിവില്ല. യഹ്തദി ബിഹി അതുകൊണ്ട് ലിമാ യഖൂലുഹു അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ കാര്യത്തിലേക്ക് അയാൾക്ക് ചേർന്നെത്താൻ പറ്റുന്ന രീതിയിൽ വകതിരിവില്ല. വകതിരിവുണ്ടെങ്കിലല്ലേ അത്താഴത്തപ്പറ പരിഗണിക്കപ്പെടുകയുള്ളൂ. അപ്പൊ വകതിരിവില്ലാത്തതുകൊണ്ട് പരിഗണനയില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം ആളുകൾ ഗവേഷണത്തിന് പറ്റുകയില്ല, ഫഖീഹാവാനും പറ്റുകയില്ല. രണ്ട്. അപ്പൊ ഒന്ന് ബാലിഗ്, രണ്ട് ആഖില്. ആഖിൽ എന്ന് പറഞ്ഞതിന് വ്യാഖ്യാനം കൊടുത്തത് മലക്കത്തിൻ കഴിവുടയ ആളാവുക എന്നുള്ളതാ. കഴിവുടയ ആള് അലാഖിലു ഐ മലക്കത്തിൻ കഴിവുടയാള്. ഹിയായി മലക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഹൈഅത്തുർ റാസിഖത്തു ഫിൻ നഫ്സി ഹൃദയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു രൂപത്തിനെ കൊണ്ട് പറയുന്ന ഒരു കഴിവ് എന്നാണ്. ആ മലക്ക കൊണ്ട് യുദ്റക്കു ബിഹ ആ മലക്ക കൊണ്ട് അൽ മഅലൂം ഉലൂമുകളൊക്കെ അറിയപ്പെടാൻ കഴിയും.
എന്തെല്ലാം മാലൂമാത്തുകളുണ്ടോ അതൊക്കെ ആ മലക്കൾ കൊണ്ടാണ് മനസ്സിലാക്കപ്പെടാൻ കഴിയുക. അങ്ങനത്തെ ഒരു മലക്കുള്ള ആളായിരിക്കണം. മാലൂം എന്ന് പറഞ്ഞാൽ ഒന്ന് മിൻ ഷൈനിഹി, അതിന്റെ കാര്യത്തിൽ പെട്ടതാണ് അയ്യുലമ, അതിനറിയപ്പെടൽ. അപ്പൊ അറിയപ്പെടാൻ പറ്റുന്ന ഏതെല്ലാം ഉണ്ടോ അത്തരം കാര്യങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കഴിവാണ് മലക്ക. ആ മലക്കയുണ്ടാവണം. വാഹാദിഹിൽ മലക്കത്തു, ഈ മലക്ക തന്നെയാണ് അഖിൽ എന്ന് പറയുന്നത്. അപ്പൊ ബുദ്ധി വേണം എന്നർത്ഥം. എല്ലാം തിരിച്ചറിയാനുള്ള വിവേകം വേണം. ബുദ്ധിയില്ലാത്ത കുറെ അല്പജ്ഞാനം വന്ന് ഞങ്ങൾ മുജ്തഹിദ് ചെയ്തിട്ട് പറഞ്ഞ് അംഗീകരിക്കില്ല. ഇവിടെ കീലയുണ്ട്. ഇവിടെ എന്താ കീല എന്നറിയാമോ? അൽ അഖലു, അഖൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് പറയുന്നത്? നഫ്സുൽ ഇൽമ്, അറിയുക എന്ന് പറഞ്ഞാൽ തന്നെ, അറിവ് എന്ന് പറഞ്ഞാൽ തന്നെ അഖലല്ലേ എന്ന് പറഞ്ഞാൽ അയൽ ഇദ്റാഖു ലറൂരിയൻ കാന ഔ നദരിയൻ. ലറൂരിയാവട്ടെ നദരിയാവട്ടെ ദലീലുകൾ എന്തായാലും വേണ്ടില്ല, അതിനെ മനസ്സിലാക്കിയെടുക്കുന്നത് ലറൂരിയായാലും വേണ്ടില്ല നദരിയായാലും വേണ്ടില്ല. അറിവുണ്ടോ അത് തന്നെയാണ് അഖല് എന്നുള്ളതാണ് കീല. അവിടെ തന്നെ കീല പറയുന്നുണ്ട്, കീല ലറൂരിയത്തുൻ, അങ്ങനെയല്ല, ലറൂരിയത്തിനെ മനസ്സിലാക്കുക, ലറൂരിയായ അറിവ്, അതിനാണ് അഖൽ എന്ന് പറയുക എന്നാണ്. വസിദ്ഖുൽ ആഖിലി അലാദിൽ ഇൽമിൻ നദരിയി, പിന്നെ നദരിയായ ഇൽമുള്ള ആളുടെ പേരിൽ അയാൾ ആഖിലാണെന്ന് സാധിക്കാവല്. അലാഹാദ, ഈ അഭിപ്രായ പ്രകാരം. ഏതഭിപ്രായ പ്രകാരം? ലറൂരിയാണ്, ലറൂരിയായ അറിവാണെന്നല്ലേ പറഞ്ഞത്. ലറൂരിയായ അറിവുണ്ടാകുമ്പോൾ അതാണ് അഖൽ എന്ന് പറയുമ്പോൾ അയാളെ ആഖൽ. അപ്പൊ പിന്നെ നദരിയായ ഇൽമാകുമ്പോ അയാൾക്കും ഉണ്ടല്ലോ ആഖൽ എന്ന് പറയാം. എങ്ങനെയാ? അതിലിൽ ഇൽമിൽ ലറൂരി അല്ലദീലാ യൻഫഖു അനിൽ ഇൻസാനി, ഒരു മനുഷ്യനെ തൊട്ട് ഒഴിഞ്ഞു പോവാത്ത ലറൂരിയായ ഇൽമ്, അത്തരം ഒരു ലറൂരിയായ ഇൽമ് ഉള്ളത് കൊണ്ട് ഇയാൾക്ക് നദരിയായ ഇൽമുണ്ടെങ്കിലും ആഖൽ എന്ന് പറയാം. ഏതുപോലെയൊക്കെ ഇൽമിഹി ബി വുജൂദി നഫ്സിഹി, അവന്റെ നഫ്സുണ്ടെന്നവൻ അറിയും പോലെ. അത് നദരിയായല്ലോ, അത് ലറൂരിയായ അറിവല്ലേ. ഇതുണ്ടല്ലോ, ഇതുള്ളത് കൊണ്ടാണ് നദരിയായ ഇൽമുള്ള ആൾക്കും ആഖിൽ എന്ന് സാധിക്കാവുക ഈ കീല പ്രകാരം. ഏതുപോലെ കമാ യസ്ദഖുൽ ദാലിക, അതിന് സാധിക്കാകുമ്പോൾ ആഖിലി എന്നുള്ളത് ആ ലറൂരിയായ ഇൽമിന് സാധിക്കാകുമ്പോൾ ആ കാര്യത്തിന് വേണ്ടി, ഏത് ലറൂരിയായ ഇൽമിന്റെ കാരണത്തിന് വേണ്ടി ആഖിൽ എന്നുള്ളത് സാധിക്കാവുന്നുണ്ടല്ലോ. ചിന്തിക്കുവാനൊന്നും ആലോചിക്കുവാനും കഴിവില്ലാത്ത ആളുടെ മേലും ആഖിൽ എന്ന് പറയാം. ബുദ്ധി ഉണ്ടെങ്കിലും ആഖിൽ തന്നെ അയാള്. പക്ഷെ അയാൾക്ക് അത് ആഖിൽ എന്ന് പറയാൻ കാരണം ലറൂരിയായ അറിവ് അയാൾക്കുണ്ടല്ലോ. അപ്പൊ ചിന്തിക്കാൻ കഴിവില്ലാത്തത് ആരെപ്പോലെയൊക്കെ അബലഹായ ഒരാള്, അയാളെ ബുദ്ധിക്ക് തകരാറിനായിട്ടല്ല, അയാൾക്ക് ചിന്തിക്കാൻ കഴിവില്ല, എന്നാലും അയാൾ ആഖിലാന്ന് പറയാം. എന്തുകൊണ്ട്? നദരിയായ അറിവ് അയാൾക്കുണ്ടല്ലോ. എന്നതുപോലെ നദരിയായ ഒരു അറിവുണ്ടോ, അല്ല ലറൂരിയായ അറിവുണ്ടല്ലോ ഇയാൾക്ക്. എന്നതുപോലെ ലറൂരിയായ ഒരു അറിവുണ്ടെങ്കിൽ നദരിയായ ഇൽമുള്ളാക്കും ആഖിൽ എന്ന് പറയാം കീലപ്രകാരം. ആവട്ടെ, നമ്മൾ മുജ്തഹിദിന്റെ സറത്തുകളാണ് ഇനി വരുന്നത്. 1 ബാല്, 2 ആഖില്, പിന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് എന്ന്. ഫഖീഹുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഷദീദുൽ ഫഹ്മ ബിത്വബഇലി മഖാസിദിൽ കലാമി, കലാമുകളുടെ ഉദ്ദേശം എന്താണോ എന്ന് പ്രകൃതിയാൽ തന്നെ നല്ലോണം മനസ്സിലാക്കാൻ കഴിവുള്ള ആളായിരിക്കുക. ഇങ്ങനത്തെ തന്റെ അടിയായിരിക്കണം എന്ത് മുജ്തഹിദ്. എന്നൊരുപാട് മുസ്ലിയാക്കന്മാരും മൗലമായും ഒക്കെ ഗവേഷണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചെന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് ഒക്കെ അങ്ങ് തിരിയുന്നൊരു വിവേകത്തോടുകൂടി അതൊന്നും മുജ്തഹിദാകാൻ പറ്റുകയില്ല. കാരണം അന്ന വൈറു, ആ പറഞ്ഞ കലാമിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരാള്, ലായത്ത അത്താലഹു, അയാൾക്ക് സൗകര്യമാകുമോ അൽ ഇസ്തിംബാത്തുൽ മഖ്സൂദു ബിൽ ഇജ്തിഹാദി, ഇജ്തിഹാദ് കൊണ്ട് എന്താണോ ഉദ്ദേശിക്കപ്പെട്ടതെങ്കിൽ അതിനെ ഗവേഷണം ചെയ്തെടുക്കാൻ പറ്റുമോ? ഒരു കലാം അവിടെ കണ്ടു കഴിഞ്ഞാൽ ഈ കലാമിൽ ഹറാമാണോ കറാഹത്താണോ സുന്നത്താണോ വാജിബാണോ എന്നൊരു വിധി കണ്ടെത്തണം. അതിനാണല്ലോ ഇജ്തിഹാദ് ചെയ്യുന്നത്. അത്തരം ഒരു വിധി കണ്ടെത്താനുള്ള യോഗ്യത ഇയാൾക്ക് ഉണ്ടാകില്ല. ഇത്തരം കലാമുകളെ കുറിച്ച് മനസ്സിലാക്കാൻ ഉള്ള തന്റെയോടും വിവേകം ശക്തമായില്ലെങ്കിൽ അപ്പൊ അത് വേണം. വൈൻ അങ്കറൽ ഖിയാസ, അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ബാലിഗ്, ആഖില്, ദുമലക്കത്ത്, ഫഖീഹുൻ നഫ്സ്, ഇങ്ങനെയുള്ളതായ 4 കാര്യങ്ങൾ വേണം. ഇനി ഇവിടെ സംസാരിക്കാനുള്ളത് വൈൻ അങ്കറൽ ഖിയാസ, ഖിയാസിനെ ഒരാൾ നിഷേധിച്ചു.
ഖിയാസ് വേണ്ടെന്ന് പറഞ്ഞാൽ ശരിയല്ല എന്നുള്ള പറഞ്ഞു നോക്ക്. എന്നാൽ വലാ യഖ്റുജു ബി ഇൻകാരിഹി, ഖിയാസിനെ നിഷേധിച്ചു എന്ന കാരണം കൊണ്ട് ഫഖാഹത്തിൻ നഫ്സി, ഫഖീഹുൻ നഫ്സാവുക എന്ന വിശേഷണത്തെ തൊട്ട് ഇയാൾ പുറത്തൂല. അതാ അയാൾക്ക് അതുകൊണ്ട് അറിവില്ലെന്ന് പറയാം. ഖിയാസ് നിഷേധിച്ചത് കൊണ്ട് അയാള് ഫഖീഹുൻ നഫ്സ് അല്ല എന്ന് പറയാൻ പറ്റൂല. വക്കീൽ അവിടെ കീലയുണ്ട്, യഖ്റുജു പുറത്തു പോവുക അയാള്, ഫഖീഹുൻ നഫ്സ് അല്ല അയാള്. അങ്ങനെ വരുമ്പോ യുഅ്തബറു ഖൗലു, അയാളെ വാക്കുകൾ അംഗീകരിക്കാനും പറ്റുകയില്ല. ഇങ്ങനെയാണ് ഖിയാസിനെ നിഷേധിച്ച ആളുടെ കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായം. എങ്കിൽ മൂന്നാമത്തെ അഭിപ്രായം അവിടെ പറയാനുള്ളത് ഇല്ലൽ ജലിയ, ജലിയ ഒഴികെ എന്നാ. ജലിയായ ഖിയാസ് അല്ലാത്ത മറ്റു ഖിയാസിന് ശേഷോട് പോകില്ല. ജലിയായ ഖിയാസിനെ നിഷേധിച്ചാൽ അയാൾ എന്താവും? ഫഖീഹുൻ നഫ്സ് അല്ല എന്ന് പറയാം. ഫയഖ്റുജു ബി ഇൻകാരിഹി ലിളുഹൂരി വുജൂദിഹി, ജലിയായ ഖിയാസിന്റെ അപ്പൊ ജലിയായ ഖിയാസിന്റെ വുജൂദ് അത് ഉണ്ടാവൽ ലാഹിറാണ്. ലാഹിറിന് അത് ഉണ്ടില്ല, അതുണ്ടാകൂല. ജലിയായ ഖിയാസിന് വുജൂദില്ല, ലാഹിറിന് നിഷേധിച്ചാൽ അയാൾ എന്താകും? ഫഖീഹുൻ നഫ്സാവും, നല്ല നഫ്സിനെ തൊട്ട് പുറത്തു പോകും. അപ്പൊ ഖിയാസിന് നിഷേധിച്ചത് കൊണ്ട് ഫഖീഹുൻ നഫ്സാവൂല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഖിയാസ് നിഷേധിച്ച ഒരാൾക്ക് ഫഖീഹുൻ നഫ്സ് ഉണ്ട് എന്നാണ് ആദ്യം പറഞ്ഞത്. അതിൽ ഒരു പറഞ്ഞു ഖിയാസിനെ തന്നെ നിഷേധിക്കാൻ പറ്റൂല. ഇപ്പൊ പറഞ്ഞ മൂന്നാമത്തെ അഭിപ്രായം അങ്ങനെയല്ല, ഖിയാസ് ജലിയും വൈറു ജലിയും ഉണ്ട്. ജലിയായ ഖിയാസിനെ നിഷേധിച്ചാൽ അയാൾ ഫഖീഹുൻ നഫ്സ് അല്ല എന്ന് പറയാം. പിന്നത്തെ ഷർത്ത് എന്താ അറിയോ? അപ്പോ ഇങ്ങനെ ഫഖീഹുൻ നഫ്സാവുന്ന രീതിയാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. ഖിയാസിനെ പറ്റി പറഞ്ഞെടുത്ത് ആകൂല. അൽ ആരിഫു ബി ദലീൽ അഖ്ലി, ഇനി അഖ്ലിയായ ദലീൽ അതുകൊണ്ടും അറിയുന്ന ആളാവണം മുജ്തഹിദ്. അയൽ ബറാഅത്തുൽ അസ്ലി എന്നാണ് അഖ്ലിയായ ദലീൽ. അസ്ലിയായ ഒരു ലക്ഷ്യം കൊണ്ടൊക്കെ അറിയുന്ന ആളായിരിക്കണം. വതഗ്ലീഫി ബിഹി, അതുകൊണ്ടുള്ള തക്ലീഫിനെ കുറിച്ചും അയാൾക്ക് അറിയണം. ഫിൽ ഹുജ്ജിയത്തി, ആ അഖ്ലിയായ ദലീല് അത് ഹുജ്ജിയത്താണോ അല്ലേ എന്ന കാര്യത്തിലൊക്കെ കുറിച്ച് അറിവ് വേണം. കമാ തഖദ്ദമ അന്ന ഇസ്തിസ്ഹാബൽ അദ്മിൽ അസ്ലി ഹുജ്ജത്തുൻ, അദ്മുൽ അസ്ലിയുടെ ഇസ്തിസ്ഹാബ് ഹുജ്ജത്താണെന്ന് മുമ്പ് പറഞ്ഞല്ലോ എന്നതുപോലെ ഈ അഖ്ലിയായ ദലീല് ഹുജ്ജത്താണെന്ന കാര്യം അയാൾക്കറിയണം. ഫയുതമസ്സകു ബിഹി, അപ്പോൾ എന്താണെന്നറിയാമോ? അതുകൊണ്ട് പിടിച്ചു നിൽക്കും. ഇലാ അൻ യുസ്റഫ അൻ, ഇലാ യസ്രിഫ അൻഹു ദലീലുൻ ശർഈയ്യുൻ, ശർഈയായിരിക്കുന്ന ഒരു ദലീല് അതിനെ തൊട്ട് തിരിച്ചു കളയുന്നത് വരെ ഈ അഖ്ലിയായ ദലീല് കൊണ്ട് പിടിച്ചു നിൽക്കും അയാൾ. അപ്പൊ അതും അയാൾ അറിയണം. അവിടെ ശർഈയായ ദലീല് വന്നാ പിന്നെ അഖ്ലിയെ വിടും, അതുവരെ അഖ്ലിയായ ദലീല് വേണ്ടേ? അപ്പൊ അതറിയാനുള്ള കഴിവ് അയാൾക്ക് വേണം. ദുദ്ദറജത്തിൽ ഉസ്ത, അതുപോലെ ഒരു മധ്യമായ സ്റ്റാൻഡേർഡ് ഉള്ള ആളായിരിക്കണം. ലുഗത്തൻ, ഭാഷ അറിയണം. അറബിയൻ, അറബി ഭാഷയും അറിയണം. അതുപോലെ തന്നെ നഹ്വ് അറിയണം, തസ്രീഫ്, അറബി ഭാഷ നഹ്വ്, തസ്രീഫ്, നഹ്വ് സർഫൊക്കെ അറിയണം. ഉസൂലൻ, അടിസ്ഥാനപരമായുള്ള അറിവ് വേണം. ബലാഗത്തൻ, ബലാഗത്തും വേണം. അപ്പൊ മആനി, ബയാനി, ഇതിനെ കുറിച്ചുള്ള അറിവ് ഇയാൾക്ക് വേണം. അങ്ങനത്തെ ഒരാൾക്ക് എന്താകാൻ കഴിയുകയുള്ളൂ? മുജ്തഹിദാവാൻ കഴിയുകയുള്ളൂ. വമുതഅല്ലഖുൽ അഹ്കാം, അതുപോലെ തന്നെ വിധികളുടെ വിധി, ഈ വരുന്ന വിധികൾക്ക് ബന്ധിക്കുന്ന ഒന്ന്, ബന്ധിപ്പിക്കുന്നതല്ല, ബന്ധിക്കപ്പെട്ടത് എന്തിനാല അതും അറിയണം. ബി ഫത്ഹിൽ ലാമി, ലാമിന് ഫത്ഹ് കൊടുത്തുകൊണ്ട് മാ തതഅല്ലഖു ബിഹി ബിദലാലതിഹി അലൈഹി, ഒന്നിനെ കുറിച്ച് അറിയണം. ഈ വിധികൾ ആ ഒന്നുമായി ബന്ധിക്കുന്നു, ആ ഒന്ന് ആ വിധിയുടെ മേൽ അറിയിച്ചു. അപ്പൊ വിധിയുടെ മേൽ അറിയിക്കുന്ന ഒരു കാരണം കൊണ്ട് അതുമായി വിധികൾക്ക് ബന്ധമുണ്ട്. അപ്പൊ ഇവളെ വിധി എന്തിനോടാണോ ബന്ധിച്ചു നിൽക്കുന്നത് ആ ബന്ധത്തെ കുറിച്ചും അറിയണം. അത് കിതാബിനാല് സുന്നത്തിനാലൊക്കെ അറിയണം. മുത്തൂന, അതിന്റെ മുത്തൂനുകൾ, ഹദീസുകൾ മനഃപ്പാടമായിട്ടില്ല എങ്കിലും അത് അറിയണം. അപ്പൊ ഈ പറഞ്ഞതിന്റെ തുക എന്താ? അയൽ മുത്തവസ്സിത്തു മിൻ ഹാദിഹിൽ ഉലൂമി, ഇത്തരം ഇൽമുകൾ ലുഗത്ത്, അറബിയ, ഉസൂല്, ബലാഗത്ത്,
മുതഅല്ലഖുൽ അഹ്കാം, ഇങ്ങനെ 5 അറിവുകളുണ്ട്. ഈ അറിവുകളെ കുറിച്ചൊക്കെ ഒരു മധ്യമായ ഒരു മിതമായ അറിവ് ഇയാൾക്ക് വേണം മുജ്തഹിദിന്. ലിഅതഅത്തലഹുൽ ഇസ്തിംബാത്തുൽ മഖ്സൂദു ബിൽ ഇജ്തിഹാദി, ഗവേഷണം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതായ രീതിയിലുള്ള ഇസ്തിംബാത്ത് ശരിയാവണമെങ്കിൽ ഈ അറിവൊക്കെ അയാൾക്ക് വേണം. എങ്ങനെയെങ്കിലും ഗവേഷണം ചെയ്തെടുത്താൽ പോരല്ലോ. അറബി ഭാഷ അറിഞ്ഞിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും, ഭാഷ അറിഞ്ഞിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. അസ്ലു അറിയണം, സാഹിത്യങ്ങൾ അറിയണം, ഗ്രാമറുകൾ അറിയണം, ഇതുമായുള്ള ബന്ധം, വിധിയുടെ ബന്ധങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണം. ഇതൊന്നും അറിയാതെ എന്ത് ഗവേഷണ? അമ്മാ ഇൽമുഹു ബി ആയാത്തിൽ അഹ്കാമി വ അഹാദീസിഹാ, അപ്പോൾ എന്ത് വേണമെന്നറിയാമോ ഇയാൾക്ക്? ഹുക്കുമുകളെ കുറിച്ച് സംബന്ധിക്കുന്ന ആയത്തുകള്, ഹുക്കുമുകളെ പ്രതിപാദിക്കുന്ന ഹദീസുകൾ എന്ന് പറഞ്ഞാൽ മവാഖിഇഹാ, ഈ ഹുക്കുമുകൾ സംഭവിക്കുന്ന ആയത്ത്, ഹദീസ് ഇവകളെ കുറിച്ചുള്ള ഇയാളെ അറിവ്. വഇല്ലം യഹ്ഫദ്ഹാ, ആയത്തും ഹദീസൊന്നും ഇയാള് മനപ്പാടമാക്കിയിട്ടില്ലെങ്കിലും ഇയാൾക്കുള്ള അറിവ് ഫലിഅന്നഹാ, ക്ഷേമാട്ടും ആ വിധികളാണ് അൽ മുസ്തംബത്തു മിൻഹു, ആ വിധികളെ കണ്ടെത്തുന്നത് ഇത്തരം മവാഖികളാണ്. അപ്പൊ ആ മവാഖികൾ ഹിഫ്ളാക്കിയിട്ടില്ല എങ്കിലും ഈ ആയത്തും ഹദീസുകളൊന്നും മനപ്പാടാക്കി വേണ്ട. പക്ഷെ അതുമായി വിധികൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഭവിക്കുന്ന ഒരു സംഭവങ്ങൾ, ആ സംഭവങ്ങളിൽ നിന്നാണ് ഇയാൾ വിധി കണ്ടെത്തുന്നത്. അപ്പൊ അതുകുറിച്ച് അറിയണം. ആ ആയത്ത് എന്തിന് സംഭവിച്ചു, ഹദീസ് എവിടെ സംഭവിച്ചു, ആ സംഭവ വികാസങ്ങളൊക്കെ ഈ മുജ്തഹിദ് അറിയണം. അവിടെ വെച്ചിട്ട് ഗവേഷണം ചെയ്യുക. അതുകൊണ്ട് അത് അറിയണം എന്നാണ്. അമ്മ ഇൽമുഹു ബി ഉസൂൽ ഫിഖ്, ഉസൂൽ ഫിഖ് കൊണ്ട് അദ്ദേഹം അറിയണം എന്ന് പറഞ്ഞല്ലോ. അത് വലിയ അന്നഹു, നിശ്ചയമായിട്ടും ഈ അറിവ് യഅരിഫു ബിഹി, ഇങ്ങനെ ഉസൂല് കൊണ്ട് അയാൾക്ക് അറിയാൻ കഴിയും. എന്ത്? കൈഫിയത്തുൽ ഇസ്തിംബാത്തി, എങ്ങനെയാണ് ഇസ്തിംബാത്ത് നടത്തേണ്ട രൂപമെന്നും വഗൈറഹ, അതല്ലാത്തതും. എന്തിനാലും ഇമ്മാ യഹ്താജു ഇലൈഹി, അതിലേക്ക് എന്തൊക്കെ ആവശ്യമായി വരുന്നുണ്ടോ അതും അതല്ലാത്തതൊക്കെ ഇയാൾക്ക് അറിയണമെങ്കിൽ ഉസൂൽ അറിയണം. അതുകൊണ്ടാണ് ഉസൂൽ അറിയണം എന്ന് വെച്ചത്. അമ്മാ ഇൽമുഹു ബിൽ ബാക്കി, അത് കഴിച്ച് ബാക്കിയുള്ളത് കൊണ്ടുള്ള അറിവ്, ബാക്കിയുള്ളത് കൊണ്ടുള്ള അറിവ് എന്ന് പറഞ്ഞാൽ ലുഗത്ത്, അറബി, ബലാഗ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ്. ഫലി അന്നു, ആ ബാക്കിയായ കാര്യം ലാ യഫ്ഹമുൽ മുറാദ, അല്ലെങ്കിൽ ലാ യുഫ്ഹമുൽ മുറാദു മിനൽ മുസ്തംബത്തി മിൻഹു, ഏതൊന്നിലാണോ ഗവേഷണം ചെയ്യപ്പെടുന്നെങ്കിൽ അതിൽ നിന്ന് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണെന്ന് മനസ്സിലാവൂല. ഇല്ലാ ബിഹി, ആ ലുഗത്ത്, അറബിയ, ബലാഗ, ഇതുകൊണ്ടല്ലാതെ അറിയപ്പെടാൻ കഴിയൂല. കാരണം അന്നഹു മുജ്തഹിദ്, ഇസ്തിംബാത്ത് നടത്തുന്ന ആള് എന്തായിരിക്കും? അറബിയും ബലീഗുൻ, അയാള് ഒരു അറബിയുമാണ് ബലീഗുമാണ്. അപ്പൊ മുസ്തംബത്തു മിന്നു എന്തായിരിക്കും? അറബിയും ബലീഗുമായിരിക്കും. അപ്പൊ മുസ്തംബത്തു മിന്നു അറബിയും ബലീഗുമായിരിക്കുമ്പോൾ ഇസ്തിംബാത്ത് നടത്തുന്നതായിരിക്കണ്ടേ? അതുകൊണ്ട് അതറിയണം എന്ന് പറയാൻ കാരണം. ഇനി വഖാല ഷെയ്ഖുൽ ഇമാം വാലിദുൽ മുസന്നിഫി, മുസന്നിഫ് അവരുടെ പിതാവായ ഷെയ്ഖുൽ ഇമാം തങ്ങൾ പറയുന്നു, ഹുവ അയൽ മുജ്തഹിദു, ഈ ഗവേഷകൻ എന്നൊക്കെ പറഞ്ഞാല് മൻ, ഒരുത്തനാണ്, ആദികുൽ ഉലൂമു, ഈ പറഞ്ഞ ഒരുപാട് അറിവുകളില്ല, ഇത്തരം ഉലൂമുകള് മലക്കത്തുൽ ലഹു, അത് അയാൾക്കുള്ള കഴിവാണ്. ആ കഴിവ് അയാൾക്ക് വേണം എന്നുള്ളതാ. വഅഹാത ബി മുഅല്ലമി ഖവാഇദി ശർഇ, ശർഇന്റെ മുഖ്യമായ നിയമങ്ങളെ കൊണ്ട് ചുറ്റി അറിയുകയും വേണം ഇയാൾക്ക്, വേണ്ടത്ര അറിവ് വേണം. മാറസഹ, അതിനെ തേടപ്പെടുന്നത് എന്തൊക്കെയുണ്ടോ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള സംഗതിയൊക്കെ അറിയുകയും തേടുകയും വേണം. എത്രത്തോളം? ബിഹൈസുക്തസബ ഖുവ്വതൻ, അദ്ദേഹത്തിനുള്ള ആ ശക്തി അദ്ദേഹം ഉപയോഗിച്ചു. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ യഫ്ഹമു ബിഹ, ആ ശക്തി കൊണ്ട് ഈ ഗവേഷകൻ മനസ്സിലാക്കും മഖ്സൂദ ശാരിഇ, ഇവിടെ ശാരിഅ ഉദ്ദേശിച്ചത് ഇന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവാക്കുണ്ടാവും. ആ രൂപത്തിലുള്ള ഒരുപാട് കഴിവുണ്ടാവുക എന്നുള്ളതാണ് മുജ്തഹിദ്. അപ്പോ വലം യക്തഫി ബിത്തവസ്സുതി ബിതിൽക്കൽ ഉലൂമി, ആ പറഞ്ഞ ഇൽമുകളിൽ ഒരു തവസ്സുത്ത് മതിയാവുകയില്ലല്ലോ, പരിപൂർണ അറിവ് തന്നെ വേണ്ടേ എന്നുള്ളതാണ് ശൈഖുൽ ഇമാം പറയുന്നത്. മുസന്നിഫ് അവർ പറഞ്ഞത് തവസ്സുത്ത് മതി എന്ന്, പോരാ എന്നുള്ളതാണ്. വലമ്മ ഇലൈഹി, അതുകൊണ്ട് ഇതിലേക്ക് ഊട്ടി മാ ദുക്കിറ, പറയപ്പെട്ടതൊക്കെ ഇതിലേക്ക് ഊട്ടിച്ചേർത്തു. വഴുത്തബറു, പരിഗണിക്കപ്പെടും, പരിഗണിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട്
ഖാല ഷെയ്ഖുൽ ഇമാം മുസന്നി പറയാ ഖാല ഷെയ്ഖുൽ ഇമാം വാലിദുൽ മുസന്നിഫി മുസന്നിഫിന്റെ പിതാവായി ഇമാം ഷെയ്ഖ് അവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതും പരിഗണിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് പറയുന്നു ഇജ്തിഹാദി ഇവിടെ ഇജ്തിഹാദ് തന്നെ സംഭവിക്കണമെങ്കിൽ ആ സംഭവത്തിന് ലാലി കൗനിഹി ആ ഇജ്തിഹാദ് സിഫത്തൻ ഫീഹി മുജ്തഹിദിലുള്ള ഒരു സിഫത്തായി വരാനല്ല, അയാൾ മുജ്തഹിദാണെന്ന് പറയലല്ല, ആ ഒരു വിശേഷണം നൽകലല്ല. പിന്നെന്താണ്? ഇജ്തിഹാദ് തന്നെ സംഭവിക്കണമെങ്കിൽ അയാൾ ആരായിരിക്കണം? കൗലുഹു ഈ ഇജ്തിഹാദിന്റെ മുജ്തഹിദ് ആവണം. ഖബീറൻ ബി മവാഖിൽ ഇജ്മാ, ഇജ്മാഇന്റെ എല്ലാ സംഗതിയും അറിയണം. ഇജ്മാ എവിടേക്ക് വന്നിട്ടുണ്ടെന്ന് അറിയണം. അതറിയാതെ പറ്റുകയില്ല. എന്താ കാരണം? കൈലാ യഖ്റുഖഹു, ആ ഇജ്മാഇനെ പൊളിക്കാതിരിക്കാൻ. ഇയാൾ കണ്ടെത്തിയിട്ട് ഇജ്മാഇനെ കുറിച്ച് അറിയാതെ ആയത്തുനിന്നോ ഹദീസിന്നോ വിഷയം പറഞ്ഞു. അങ്ങനെ വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നെസ്സല്ലാത്തൊരു സംഗതി വെച്ച് ഗവേഷണം ഇതിന് വിധി എടുത്തുകയാണ്. പക്ഷെ നേരെ ഓപ്പോസിറ്റോടെ ഇജ്മാ ഉണ്ടാവും. അപ്പൊ ആ ഇജ്മാനെ പൊളിക്കല് വരും. അങ്ങനത്തെ ഇസ്തിംബാത്ത് പറ്റില്ല. അപ്പൊ ആ ഇജ്മാനെ പൊളിക്കാത്ത വിധം ആയിരിക്കണം. വൈന്നഹു നിശ്ചയമായിട്ടും കാര്യം ഇദാലം യകുൻ ഖബീറ ബി മവാഖിഇഹി, ഇജ്മാ എവിടെയാണ് സംഭവിച്ചത്, അത് എവിടേക്ക് വന്നു എന്നൊന്നും അറിയാത്ത ഒരാളായാൽ അത് യഹ്റുഖുഹു, അയാൾ എന്താകും? ഇജ്മാനെ പൊളിക്കും. ബി മുഖാലഫത്തി, ഇജ്മാന് നേരെ എതിരായതുകൊണ്ട് പൊളിച്ചു. ഇജ്മാനെ എതിർക്കും. അപ്പൊ ഇജ്മാനെ എതിരിടുമ്പോൾ ഇജ്മാനെ പൊളിക്കൽ വരും. വ ഖർഖുഹു ഹറാമുൻ, ഇജ്മാനെ പൊളിക്കൽ കുറ്റല്ലേ. അപ്പൊ ഈ മുജ്തഹിദ് കുറ്റക്കാരനാകും. അപ്പൊ അതുകൊണ്ട് ഇജ്മാ എവിടെ സംഭവിച്ചു എന്ന് അറിയണം. കമാ തഖദ്ദമ, മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇത്തിബാറ ബിഹി, ഖർഖുൽ ഇജ്മാ ഇത്തിബാർ അല്ലല്ലോ, ഹറാമാണ്, ഇത്തിബാറും അല്ല. അപ്പൊ അതുകൊണ്ട് ഇജ്മാ എവിടെയൊക്കെ സംഭവിച്ചു എന്നറിയണം. വൻ നാസിഖി വൽ മൻസൂഖി, നാസിഖും അറിയണം, മൻസൂഖും അറിയണം. നാസിഖും മൻസൂഖും അറിഞ്ഞില്ല എന്താ കുഴപ്പമെന്ന് അറിയോ? എന്തിനാണത് അറിയണം എന്ന് പറഞ്ഞത്? ലി യുഖദ്ദമൽ അവ്വലു, നാസിഖിനെ മുന്തിക്കപ്പെടണം, അലസാനി മൻസൂഖിനേക്കാൾ മുന്തിക്കപ്പെടണം. അങ്ങനെ അറിയണമെങ്കിൽ ഏതാ നാസിഖ് മൻസൂഖ് എന്ന് അറിയണ്ടേ? ഫഇന്നഹു ഇദാലം യകുൻ ഖബീറൻ ബിഹിമാ, നാസിഖും മൻസൂഖും കൊണ്ടും വേണ്ടത്ര അറിവ് ഇയാൾക്കില്ല എങ്കിൽ അത് ഇയാൾ നേരെ കോല തിരിച്ചു മാറ്റൂലേ? മൻസൂഖിനെ മുന്തിക്കും നാസിഖിനേക്കാൾ. അത് അപകടമല്ലേ? അസ്ബാബിൻ നുസൂലി, അങ്ങനെ ആയത്തുകൾ ഇറങ്ങിയത് എന്തിനാണ്, എവിടേക്ക് ഇറങ്ങിയതൊക്കെ മനസ്സിലാക്കണം. ആ സബബിൻ നുസൂലുകളും അറിയണം ഇയാൾ. അതുകൊണ്ടും അറിഞ്ഞില്ലെങ്കിലോ ഫഇന്നൽ ഖുബ്റത ബിഹാ, സബബിൻ നുസൂൽ കൊണ്ടുള്ള അറിവ് തർഷുദു ഇലാ ഫഹ്മിൽ മുറാദി, എന്താണോ ഉദ്ദേശിക്കപ്പെട്ടതെങ്കിൽ അത് മനസ്സിലാക്കലിലേക്ക് ഒരു ചേർക്കുന്ന വഴിയായി മാറും സബബിൻ നുസൂൽ കൊണ്ടുള്ള ഖുബ്റത്ത്. അപ്പൊ അതും അറിയണം. വശറത്തിൽ മുത്തവാത്തിരി വൽ അഹാദി, മുത്തവാത്തിറായ ഹദീസുകള്, മുത്തവാത്തിർ അല്ലാത്ത ഹദീസുകൾ, ഒറ്റപ്പെട്ട ഹദീസുകളൊക്കെ അൽ മുഹഖ്ഖിഖ് ലഹുമൽ മദ്കൂർ ഫിൽ കിതാബി സാനി, രണ്ടാമത്തെ കിതാബിൽ പറയപ്പെട്ട ഇത് രണ്ടിനെ തഹഖീഖാക്കുന്ന പല ഷർത്തുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്തരം നിബന്ധനകളൊക്കെ ഈ മുജ്തഹിദ് അറിയണം. എന്തിനാ? ലിയുഖദ്ദിമൽ അവ്വല അലസ്സാനി, ആഹാദിനേക്കാൾ മുത്തവാത്തിനെ മുന്തിക്കണം, അത് അറിയണം. ഫഇന്നഹു ഇദാലം യകുൻ ഖബീറൻ ബി ഖദി അക്സു, അങ്ങനെ അറിഞ്ഞിട്ടില്ല എങ്കിൽ, അതുകൊണ്ട് വേണ്ട അറിവില്ല എങ്കിൽ എന്താകും? മുത്തവാത്തിനെ ബന്ധിക്കുകയും ആഹാദിനെ മുന്തിക്കലും വരും. വസ്സഹീഹി വല്ലഈഫി മിനൽ ഹദീസ്, ഹദീസിൽ ഏതാണ് ലഈഫായ ഹദീസ്, സ്വഹീഹായ ഹദീസ് എന്നും അറിയണം. ലിയുഖദ്ദിമൽ അവ്വല, സ്വഹീഹിനെ മുന്തിക്കാൻ വേണ്ടി, അലസ്സാനി ലഈഫിനേക്കാൾ. വഇന്നഹു ഇദാ ലം യകുൻ ഖബീറൻ ബിഹിമാ ഖദി യഅ്കസ്, ലഈഫും സഹീഹും തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ ലഈഫിനെ മുന്തിക്കലും സഹീഹിനെ ബന്ധിക്കലും വരും. അത് വലിയ അപകടമാണ്. ഹാലിർ റുവാത്തി ഫിൽ ഖബൂലി വറദ്ദി, സ്വീകാര്യമാകുന്ന കാര്യത്തിലും അസ്വീകാര്യമാകുന്ന കാര്യത്തിലും റാവികളുടെ അവസ്ഥ അറിയണം. എന്തിനാണത്? ലിയുഖദ്ദമൽ മഖ്ബൂൽ വലൽ മർദൂദി, മർദൂദ് മഖബൂല്, ഇവിടെ മഖബൂല് സ്വീകാര്യമായതിനെ മുന്തിക്കണം മർദൂദിനേക്കാൾ. അതിനറിവ് വേണം. ഫഇന്നഹു ഇദാ ലം യകുൻ ഖബീറൻ ബിദാലിക ഖദി യഅ്കസു, റാവികളുടെ ഹാലറിഞ്ഞിട്ടില്ല എങ്കിൽ ഖബൂൽ ഏതാണെന്നും തിരിയൂല, മർദൂദ് ഏതാണെന്നും തിരിയൂല. അങ്ങനെ വന്നാൽ മർദൂദിനെ മുന്തിക്കലും ഖബൂലിനെ പിന്തിക്കലൊക്കെ വരും. ബുദ്ധിമുട്ടായ കാര്യമാണ്. ഇതൊക്കെ ഷർത്തുകളാണ്. ഒഫീ നുസ്ഖത്തിൻ, ഒരു കോപ്പിയിൽ കാണാം, വസിയരി സ്വഹാബത്തി, സ്വഹാബാക്കളുടെ ചരിത്രം കൂടി അറിയണം എന്നുണ്ട്.
പക്ഷെ വലാഹാജത്തെ ഇലേ അതിലേക്ക് ആവശ്യമല്ല. അല കൗൽ അക്സറിന്റെ കൗല് പ്രകാരം സിയറിന്റെ ആവശ്യമില്ല. എന്താ കാരണം? അദാലത്തെയും അവർക്ക് അറിവുണ്ട്, അല്ല നീതിണ്ട്. നീതി ഉണ്ടായത് കൊണ്ട് പിന്നെ ഒരു ചരിത്രത്തെ കുറിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. കമാ തഖദ്ദമ അത്തരം കാര്യം മുമ്പ് പറഞ്ഞു പോയതുണ്ട്. അപ്പൊ നമ്മളെ ഈ കാലഘട്ടത്തിൽ റാവിയുടെ അവസ്ഥ എങ്ങനെ അറിയാൻ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ നമ്മുടെ ഈ കാലഘട്ടത്തിൽ റാവിയുടെ അവസ്ഥ കൊണ്ടുള്ള അറിവിൽ മതി. എന്ത് മതി? ഹദീസിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് റാവികളെ കുറിച്ച് മനസ്സിലാക്കിയ മഹാന്മാരുണ്ട്. ആ മഹാന്മാരുടെ വാക്കിലേക്ക് മടങ്ങിയാൽ മതി. അല്ല നമുക്ക് പരിചയം കിട്ടൂല. അതാരെ പോലെ ചോദിച്ചാൽ കൽ ഇമാം അഹ്മദ്, ബഹുമാനപ്പെട്ട അഹമ്മദ് ഇമാം തങ്ങൾ, ബുഖാരി, മുസ്ലിം, വൈരിയും അവരല്ലാത്ത മറ്റു പല പണ്ഡിതന്മാരും ഒക്കെ റാവികളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടേക്ക് പോകാം. നമ്മുടെ ഇമാമിയുടെ റാവിയെ കുറിച്ച് ഇന്നത് പറഞ്ഞു. അഹമ്മദ് ഇമാം തങ്ങൾ ഇന്ന റാവി പറ്റൂല എന്ന് പറഞ്ഞു. ബുഖാരി ഇമാം ഇന്ന റാവിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. മുസ്ലിം റളി അള്ളാഹു തആല തിരക്കടില്ല എന്ന് പറഞ്ഞു. അല്ലാത്ത ആൾക്കാരൊക്കെ അത് വേണ്ട എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ റാവികളെ കുറിച്ച് പറഞ്ഞ മഹാന്മാരാണ് ഇവർ. ഇവരുടെ വാക്കെടുക്കുക, ഇതേ നമുക്ക് മാർഗമുള്ളൂ. അപ്പൊ പിന്നെ വയുഅ്തമദു അലൈഹിം ബിത്തഅദീലി വതജ്രീഹി. ആ റാവി നീതിയുള്ള ആളാണോ അല്ല അയാളിന് വല്ല മോശം വന്നിട്ടുണ്ടോ, കുറ്റം വന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ നമുക്ക് മാനദണ്ഡമാക്കാനുള്ളത് ഈ അഇമ്മത്തുകളെയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ തജ്രീഹിന്റെയും തഅദീലിന്റെയും കാര്യം നമുക്ക് അറിയാൻ കഴിയില്ല. ഇല്ലാബി വാസിത്വത്തിൽ ഒരു മാധ്യമം കൊണ്ടല്ലാതെ കഴിയൂല. അപ്പൊ ആ മാധ്യമം കൊണ്ടല്ലാതെ കഴിയില്ല എന്ന് വെക്കുമ്പോൾ നമ്മുടെ ആ മഹാനതന്മാരായ ആളുകള് അവരല്ലേ നല്ലവര്? ആ ഇമ്മത്ത് മീൻ വൈരിയും അവരല്ലാത്തവരെക്കാൾ. അപ്പൊ അയിമ്മത്തിനെ തള്ളുന്ന ആളുകൾ ശ്രദ്ധിക്കുക. അയിമ്മത്തിനെ പിടിക്കാതെ ഒരു കാര്യവും ദീൻ വരെ മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അയിമ്മത്ത് വേണം. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഫൽ ഖുബ്റത്തു ബിആദിഹിൽ ഉമൂർ. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കൊണ്ടുള്ള അറിവ്, നല്ല അറിവുണ്ടാവുക എന്ന ഖുബ്റത്ത്, ഉള്ളറിവ്. ഈ ഖുബ്റത്ത് ഇഅ്തബറൂഹാ ബിൽ മുജ്തഹിദി. മുജ്തഹിദിന്റെ കാര്യത്തിൽ പണ്ഡിതന്മാർ ഇതൊക്കെ പരിഗണിച്ചു. എന്തെന്ന് ചോദിച്ചാൽ ഇമാ തഖദ്ദമ, അതൊക്കെ മുമ്പ് പറഞ്ഞ കാര്യത്തിന് വേണ്ടിയിട്ടാ. മുമ്പ് നമ്മൾ വിശദീകരിച്ച് തന്നല്ലോ. ആ കാര്യങ്ങൾ വേണ്ടിയിട്ടാണ് അതൊക്കെ പറഞ്ഞത്. അതായത് തഅലീല്, അതുപോലെ തജ്രീഹ്, അതാ പരിഗണിച്ചത്. ഇല്ലെങ്കിൽ ഇതൊന്നും പരിഗണന ഇല്ലെങ്കിൽ, റാവിയുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ പരിശുദ്ധമായിരിക്കുന്ന ദീൻ ഇസ്ലാമിന്റെ സ്ഥിതി എന്തായിരിക്കും? ജൂത ക്രൈസ്തവരുടെ മതത്തേക്കാൾ അപകടമായിരിക്കും. ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് തന്നെ നമ്മുടെ പരിശുദ്ധമായിരിക്കുന്ന മതത്തിൽ വേണ്ടാത്തത് കുത്തിത്തിരികുന്നുണ്ട്. പക്ഷെ അതൊക്കെ കുത്തിത്തിരികി പൊളിച്ചുവിടാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ അയിമ്മത്തുകൾ വേണ്ടതുപോലെ പരിശ്രമിച്ച് ഗ്രന്ഥങ്ങൾ നടത്തി രചിച്ചു വെച്ചു. ഇനി നമുക്ക് ആ ഗ്രന്ഥത്താളുകൾ വെച്ചിട്ട് അറിയുന്ന ഉസ്താദുമാരുമായി പഠിച്ചിട്ട് വിവരിച്ചാൽ മതി. അത്രയും ലളിതമാക്കി തന്നു നമ്മുടെ അയിമ്മത്തുകൾ. ആ മഹാന്മാരോട് ഒന്നിച്ച് നമ്മെ എല്ലാവരും ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടട്ടെ. ഈ മഹാന്മാരുടെയൊക്കെ ഹക്ക് ബറക്കത്ത് കൊണ്ട് നമ്മുടെ ചെറുതും വലുതും അറിഞ്ഞും അറിയാൻ ചെയ്ത എല്ലാ പാപ്പങ്ങളും പുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ സതുദ്ദേശങ്ങൾ അല്ലാഹു തആല നിറവേറ്റി തരട്ടെ. ഇൽമിന് വേണ്ടി സേവനം ചെയ്യുവാനും അവരുടെ പൊരുത്തം വാങ്ങുവാനും അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. വബയ്യന വാലിദുൽ മുസന്നിഫിന്റെ പിതാവ് അവറുകൾ വിശദീകരിച്ചു. അന്നഹ ശർത്തും ബിൽ ഇജ്തിഹാദി. ഇതൊക്കെ ഇജ്തിഹാദിന് യോഗ്യരായ ആളുണ്ടെങ്കിൽ അവർ ഷർത്താണ്. ഇതൊക്കെ ഒക്കണം. ലാ സിഫത്ത ഫീഹി എന്നല്ലാതെ മുജ്തഹിദിൽ ഇതൊരു സിഫത്തല്ല. മുജ്തഹിദ് ആവണമെങ്കിൽ തന്നെ ഇത് വേണം. പിന്നെ സിഫത്ത് അത് വളരെ വെളിവായതല്ലേ, അതിലാർക്കും സംശയമല്ല. ഇനി വലാ യുസ്തറത്തു ഫിൽ മുജ്തഹിദി ഇൽമുൽ കലാമി. അപ്പൊ ഈ തർക്കശാസ്ത്രം അതുപോലെ തന്നെ തൗഹീദിന്റെ കാര്യത്തിലും ഉണ്ടല്ലോ. മുത്തക്കല്ലിമീങ്ങളായി സംസാരിച്ച് ഇൽമുൽ കലാമുണ്ട്. ആ ഇൽമുൽ കലാം വിശ്വാസപരമായി വരുന്ന ഇൽമുൽ കലാമുണ്ട്. അതിനെ കുറിച്ച് ഒരു മുജ്തഹിദിന് ഷർത്തുണ്ടോ? അതറിയണമെങ്കിൽ അത് ഷർത്തില്ല. കാരണം ഇസ്ലാമിക വിശ്വാസ കാര്യങ്ങളെ കൊണ്ട് ഉറപ്പിച്ച ഒരാൾക്ക് ഗവേഷണം സൗകര്യമാണല്ലോ. തഖ്ലീദൻ, ആ ഇമാമിന് ആ വിഷയത്തിൽ എന്തായി അംഗീകരിക്കുക. ആ വിഷയത്തിൽ എന്ത് ചെയ്യുക? അംഗീകരിച്ചിട്ട്
തഖ്ലീദ് ചെയ്തുകൊണ്ട് അവിടുന്ന് ഗവേഷണം എടുക്കാൻ കഴിയുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു മുജ്തഹിദിന് അത് വേണമെന്നില്ല. വലാ തഫാരിഉൽ ഫിഖ്ഹി, അതുപോലെ തന്നെ ഫിഖ്ഹിൽ നിന്ന് പിരിഞ്ഞു വരുന്ന മസ്അലകൾ, ഉദാഹരണമായി നിയ്യത്ത് വുജൂബ് വുളൂഇൽ, സുന്നത്തായ വുളൂ വിത്റിന്റെ സുന്നത്ത്, വുളൂഇലുള്ള വുജൂബ് നിയ്യത്ത്, ഇതൊക്കെ ഫിഖ്ഹിനാൽ അറിഞ്ഞിട്ട് അയിമ കിട്ടി വരുന്ന തഫ്രീയായി വരുന്ന മസ്അലകളാണ്. ഈ തഫ്രീആത്തുകളെ കുറിച്ചും ഒരു മുജ്തഹിദിന് അറിയണമെന്നുണ്ടോ? ഫിഖ് കണ്ടെത്താണ്. അയിമെന്ന് തഫ്രീയായി വരുന്നതും അറിയ നിർബന്ധമില്ല. കാരണം അന്നഹ ഈ തഫ്രീആത്തുകള് ഇന്നമാ നിശ്ചയമായിട്ടും തുംകിനും അത് ഉണ്ടാകും, സൗകര്യമാകുമല്ലോ ബഅദൽ ഇജ്തിഹാദി, ഇജ്തിഹാദിന്റെ ശേഷം അതുണ്ടാവുക. അപ്പൊ ഇജ്തിഹാദ് കഴിഞ്ഞിട്ടല്ലേ തഫ്രീആത്ത് ഉണ്ടാവുക? അസ്ലി ഇജ്തിഹാദല്ലേ, അതാണ് അറിയേണ്ടത്. അപ്പൊ കൈഫ തുസ്തറത്തു ഫീഹി, പിന്നെങ്ങനെ മുജ്തഹിദിൽ ഈ തഫാരിക ഷർത്താക്കപ്പെടുക? കഴിയൂല. കാരണം തഫാരി കിട്ടണമെങ്കിൽ ഫർഖ് വരണമെങ്കിൽ അസ്ല് വേണം. അസ്ലി ഇജ്തിഹാദാ. ആ ഇജ്തിഹാദ് കഴിഞ്ഞിട്ടേ ഇവിടെ ഫർഖ് ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഫർഖിനെ കുറിച്ചുള്ള അറിവൊന്നും മുജ്തഹിദിൽ വേണ്ട. വലദ്ദുകൂറത്തു വൽ ഹുർരിയത്തു, ആണാവണം അല്ലെങ്കിൽ സ്വതന്ത്രനാവണം എന്നുള്ള ഷർത്തൊന്നുമില്ല. എന്താ കാരണം? ലജവാസി അൻ യകൂന ലി ബഅദി നിസാഇ, ചില സ്ത്രീകൾക്കൊക്കെ ഉണ്ടാകാൻ പറ്റുമല്ലോ ഖുവ്വത്തുൽ ഇജ്തിഹാദി, ഇജ്തിഹാദിന്റെ ശക്തി നല്ലോണം വേണ്ടതുപോലെ പഠിച്ച് ഒക്കെ റെഡിയായി നിബന്ധന ഒത്തു വന്നൊരു പെണ്ണുണ്ടെങ്കിൽ ആ പെണ്ണിനും അത് വരാലോ. അതുകൊണ്ടാണ് ദുകൂറത്ത് ഹുർരിയത്ത് എന്ന് ഷർത്തില്ല എന്ന് പറയാത്തത്. അപ്പൊ ഷർത്ത് വേണ്ട എന്ന് പറയാൻ കാരണം ഇതുകൊണ്ടാണ്, സ്ത്രീകൾക്കും സംഭവിക്കാം. അപ്പോ പുരുഷന്മാരായ ആണുങ്ങൾക്ക് ബുദ്ധി അള്ള കൊടുത്തു, അവർക്ക് വേണ്ട യോഗ്യതക്ക് അള്ള കൊടുത്തു. അള്ളാന്റെ ഫضല് കൊണ്ട് മുജ്തഹിദുമായി അവർ. ആ കാര്യത്തിന്റെ മേലെ ഇനി പെണ്ണുങ്ങളായ കുറെ ആൾക്കാർ വന്നിട്ട് ഞങ്ങളും ഇജ്തിഹാദ് ചെയ്യാന്ന് പറഞ്ഞു വന്നാൽ ഈ വിദ്യാത്തിന്റെ വാദം കേട്ടുകൊണ്ട് വന്നോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഈ ഷർത്ത് നോക്കണം, എന്നാ പറ്റും. വൈകുന്നാഖിസാത്തി അഖിൽ, അപ്പോൾ ചോദ്യമുണ്ട്. അനി റിജാലി, ബുദ്ധി കുറവല്ലേ? റസൂലുള്ള പറഞ്ഞു തന്നെയാണല്ലോ, പുരുഷന്മാരെ തൊട്ട് വളരെ ബുദ്ധി കുറവുള്ളവരാണ് എങ്കിലും ഈ പറഞ്ഞ നിബന്ധന ഒത്ത അപൂർവം ചില സ്ത്രീകൾ വന്നാലോ അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപൂർവം ചില സ്ത്രീകൾക്ക് കഴിവൊക്കെ അള്ള കൊടുത്തിട്ടില്ലേ? അങ്ങനെ ഇജ്തിഹാദിന് കഴിവുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ. വക്കഥ, ഇതുപോലെ തന്നെയാണെങ്കിൽ ബഅദൽ അബീദ്, ഇനി അടിമക്ക് ഈ കഴിവുണ്ടായിക്കോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല എന്നാണ് മഹാന്മാര് പറയുന്നത്. അപ്പോ ഒരു മുജ്തഹിദിന് ആണാവണമെന്നും സ്വതന്ത്രനാവണമെന്നും ഷർത്തൊന്നുമില്ല. അങ്ങനെ ആവാം. ബിഅയ്യുള്ളറ ഹാലു തഫർറുഇ അൻ ഖിദ്മത്തിൻ സയ്യിദി, അതെങ്ങനെയെന്ന് ചോദിച്ചാല് ബിഅയ്യുള്ളറ ഹാല തഫർറുഇ അൻ ഖിദ്മത്തിൻ സയ്യിദി, അവന്റെ യജമാനന് വേണ്ട ജോലിയൊക്കെ അവൻ ചെയ്യും. ആ ജോലിയെ തൊട്ട് അവൻ ഒഴിഞ്ഞിരിക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് വെച്ചിട്ട് അവൻ ആലോചിച്ചുകൊണ്ട് പല കാര്യങ്ങള്, അങ്ങനെ ആലോചിച്ചുകൊണ്ട് എന്ത് ചെയ്യാം അവൻ പറഞ്ഞത് കണ്ടെത്താൻ കഴിയൂലേ? അങ്ങനെ കഴിവുണ്ടെങ്കിൽ ചെയ്തോട്ടെ, അതിന് വിരോധമില്ല. അതുകൊണ്ടാണ് ഹുരിയത്തും ദുക്കൂറത്തും ഷർത്തില്ല എന്ന് പറഞ്ഞത്. അപ്പൊ കദൽ അദാലത്തും, നീതിയായിരിക്കണം എന്ന് ഷർത്തില്ല. ലാ തുസ്തറത്തു ഫീഹി, മുജ്തഹിദിൽ അദാലത്ത് ഷർത്തില്ല. അവിടെ അഭിപ്രായമുണ്ട്. അല്ല അസഖി ബലപ്പെട്ട അഭിപ്രായം പറയുന്നത് അദാലത്ത് ഷർത്തില്ല എന്നാണ്. അതിന് തെളിവുണ്ട്. ലി ജവാസിയായി യകൂനാനിൽ ഫാസിഖി ഖുവ്വത്തുൽ ഇജ്തിഹാദി, തമ്മാടിയായ ഒരാളാണ്, അയാൾക്ക് ഈ വേണ്ട അറിവൊക്കെ അള്ളാഹ് കൊടുത്തും ചെയ്യും. അയാളുടെ ജീവിതം തമ്മാടിത്തമാണിക്കോട്ടെ, അങ്ങനെ അയാൾക്ക് ഗവേഷണം ചെയ്യാനുള്ള എല്ലാ യോഗ്യത അയാൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വരാലോ. അപ്പൊ പിന്നെ അദാലത്ത് ഷർത്താക്കിയ ബുദ്ധിമുട്ടല്ലേ? വക്കീല, അസഖിനെതിരെ പറയപ്പെടുന്ന തുസ്തറത്തു, അദാലത്ത് വേണം. എന്താ അദാലത്ത് വേണം എന്ന് പറയാൻ കാരണം? ലി യുഅ്തമദ അലാ ഖൗലി, അവന്റെ കൗലിന്റെ മേലിൽ ഈത്തിമാദ് ചെയ്യണമെങ്കിൽ ഓ നീതിയുള്ള ആളായിരിക്കണം. നീതി ഇല്ലെങ്കിൽ പറഞ്ഞാൽ അംഗീകരിക്കുമല്ലോ. അങ്ങനെ വരാം, ഒരു കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാവാം. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വൽ യബ്ഹസ് അനിൽ മുആരിദ്, ഇത്തരം കാര്യങ്ങളെയാണ് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ മദ്ഹബിലെ മുജ്തഹിദ്, പിന്നെ ഫത്വന്റെ മുജ്തഹിദ്, ഇതൊക്കെയാണ്. ഇപ്പൊ മുത്ലഖ മുജ്തഹിദിന് വേണ്ട ഷർത്താണ് നമ്മൾ എണ്ണിപ്പോകുന്നത്. ഇങ്ങനെ നിബന്ധന വെക്കണം. ഇത്രയും നിബന്ധന ഒത്തു വന്നാലേ മുജ്തഹിദാൻ പറ്റുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇനി നമുക്ക് നാളെ ബാക്കി ഭാഗമെടുക്കാം. ഇത് അള്ളാഹു നമ്മെ ഒന്ന് ഖബൂൽ ചെയ്യട്ടെ, അനുഗ്രഹിക്കട്ടെ. വേണ്ടതുപോലെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടത്ര ബുദ്ധിയും ആരോഗ്യം ഇൽമൊക്കെ തന്ന് നമ്മളെല്ലാവരും അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. ഇത് നമ്മിൽ സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുആയിരക്കണം, ആരും മറക്കരുത്. വീണ്ടും വീണ്ടും വസിയത്ത് ചെയ്യുകയാണ്. സാധാ പറയുന്നത് പോലെ തന്നെ നിരൂപണങ്ങളും മറ്റുള്ളൊക്കെ ഞാനിങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല. എന്താണ് കാരണമെന്ന് മനസ്സിലായില്ല. ഏതായാലും ഈ ജമ്പ് കഴിയാനായിട്ടുണ്ട്. അത് കഴിയുന്നത് വരെ ഞാൻ എടുക്കും ഇൻഷാ അല്ലാഹ്.